പടം സൂപ്പർ കലക്ക് എന്ന് പറയാം. ടർബോ ജോസൂട്ടിയുടെ കളി വേണ്ട ജ്യൂസ് അടിച്ച് മാറ്റും. നമുക്ക് അവിടെ ഉണ്ടായിരുന്നോ? എവിടെ പോയിരുന്നോ? സൂപ്പറാണ്, സൂപ്പർ, അടിപൊളി അടിപൊളി. എല്ലാ രോമാഞ്ചം വരെ ഇപ്പൊ പറയുമ്പോഴേ രോമാഞ്ചം. എന്താ അക്ക ഇക്കാതാണ് വായിക്ക മമ്മൂക്കായ ഗംഭീരം, സൂപ്പർ സൂപ്പറാ. രസമുണ്ട്, അടിപൊളി അടിപൊളി അടിപൊളി, ഗംഭീര സിനിമ, പട ഹിറ്റ, പട അതിഗംഭീരം, അടിപൊളി, മാസോട തകർത്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി പ്രതീക്ഷ തെറ്റിച്ചില്ല, അടിപൊളി, സൂപ്പർ. വൈശാഖേട്ടന്റെ വൻ പരിപാടി. മമ്മൂക്ക എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി പെർഫോമൻസ്, അടിപൊളി പടം, സൂപ്പർ പടം. അടിപൊളി മൂവിയായിരുന്നു, സൂപ്പർ ആയിരുന്നു സിനിമ. പക്ഷെ ഇത്ര ഏജിൽ പുള്ളിയുടെ പവർ അത് ഗംഭീരം, സൂപ്പർ 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 മൂവി, സൂപ്പർ. കോമഡി ആക്ഷൻ എല്ലാം ഉള്ള ഒരു പടമാണ്. മമ്മൂക്കാക്ക് ജയ്. കിട്ടില്ല അടിപൊളി അടിപൊളി, രക്ഷയില്ല, നല്ല പടം. മമ്മൂട്ടി അപാരമായിട്ട്, മമ്മൂട്ടി നന്നായിട്ട്. പടം പുതിയൊരു തരംഗം മമ്മൂക്കാടെ. കണ്ടില്ല. ഇതിന് വൈശാഖിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. വൈശാഖ് പാർട്ട് ഉറപ്പാണ്. പാർട്ട് ഫൈറ്റ് ഒന്നും പറഞ്ഞ സെറ്റാണ്, എല്ലാ ഫൈറ്റും ഒന്നൊന്നര സെറ്റാണ്, പൊളിയാണ്, സെറ്റാണ്. ഭയങ്കര ബിന്ദു പണിക്കറിന് ഇംഗ്ലീഷ് ടോപ്പായി മുക്തിയെടുത്തിട്ട് വാർത്തകൾ തന്നെ ഒന്നും നോക്കാനില്ല. ഭയങ്കര തെർച്ച, എല്ലാരും കയ്യോടെ ആവേശമാണ്. ഇത് ജാറിച്ചാലും ഒരു മഴ അടിക്കുന്നതന്നെ ഒന്നും പറയാനില്ല. ഭയങ്കര മമ്മൂക്കൻ ഈ വയസ്സിൽ ഭയങ്കര നമിക്കാണ് മമ്മൂക്കന. അത്രയും വലിയ സിനിമയാണ് ടർബോ ജോസൂട്ടിയോട് കളിച്ചാൽ ജ്യൂസ് അടിച്ച് മാറ്റും. 100 കോടിയിൽ അതിനായിട്ട് അപ്പുറം കഴിയും. അത്ര നല്ല സിനിമയാണ്. പടം സൂപ്പർ കലക്ക് എന്ന് പറയാം. ടർബോ ജോസൂട്ടിയുടെ കളി വേണ്ട ജ്യൂസ് അടിച്ച് മാറ്റും. നമുക്ക് അവിടെ ഉണ്ടായിരുന്നോ? എവിടെ പോയിരുന്നോ? സൂപ്പറാണ്, സൂപ്പർ, അടിപൊളി അടിപൊളി. എല്ലാ രോമാഞ്ചം വരെ ഇപ്പൊ പറയുമ്പോഴേ രോമാഞ്ചം. എന്താ അക്ക ഇക്കാതാണ് വായിക്ക മമ്മൂക്കായ ജയ്. എല്ലാം പിടിക്കും. 100 ബാക്കി എവിടെ പോയി വൈശാഖ് സാർ എവിടെ പോയിരുന്ന? ഇതുവരെ എവിടെ പോയിരുന്നേ? ഇപ്പം കാലത്തിന് ശേഷം ഒന്നിച്ചതാണ്. ഒന്നിതാ അടിപൊളി. ഇത് മമ്മൂട്ടിയുടെ ഇപ്പൊ എക്സ്ട്രീം മാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യമാനാണ് നമ്മൾ ഇഷ്ടപ്പെടും. 72കാരന്റെ അഴിഞ്ഞാട്ടം തുടക്കം മുതൽ എൻഡിങ് വരെ മമ്മൂക്ക തകർത്ത് നിൽക്കുകയാണ്. മമ്മൂക്കയുടെ കട്ടയ്ക്കുന്ന രാജ്വി ഷെട്ടി, എന്റെ പൊന്നെ, ഇമാതിരി ഒരു വില്ലനെ ലേറ്റസ്റ്റ് ആയിട്ട് മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വില്ലൻ. ക്ലൈമാക്സിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു എന്താ സ്റ്റാറാണ് സെക്കൻഡ് ഹാഫിലോട്ട് വരാൻ പോകുന്നത്. റോമാഞ്ചിഫിക്കേഷൻ ആയിട്ട് കൊടുക്കുന്ന കാശിന് വർത്താണ് മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം. അത് കൂടെ ഒന്നും പറയാനില്ല. സൂപ്പർ. തെലുങ്കാന ചുല്ല്, പിന്നെ കന്നഡ രാജ്വി ഷെട്ടി പുള്ളിയുടെ ഒരു വെറൈറ്റി ആയിട്ട് പുള്ളി ആ കഥ കയറിയിട്ടുണ്ട്. ഡബിൾ മാസ് ബീജിയം കലക്കി. അവസാനത്തെ ആക്ഷൻ ഒന്നും പറയാനില്ല, ഇരുന്നു പോകും, അടിപൊളി, ബോറടിക്കൊന്നുമില്ല. പക്ഷേ ഓവറോള് അതിൽ വൈശാഖ പടം മാറി ഉറപ്പാണ്. ഓക്കെ.